അത് എന്നോട് ചോദിക്കേണ്ടതല്ല, അത് രാഷ്ട്രീയക്കാരോട് ചോദിക്കുക, അവരതിന് മറുപടി പറയും. ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. സമസ്തയ്ക്ക് ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയമില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ആ രാഷ്ട്രീയം അനുസരിച്ച് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അത്ര ഉള്ളൂ. അത് മുമ്പേയുള്ള സമസ്ത തുറന്നു പോകുന്നത് നയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല സമസ്ത നിലകൊള്ളുന്നത്. സമസ്തയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ആത്മീയമായി അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക, ഇവിടുത്തെ മതസൗഹാർദ്ദം അത് തകർക്കപ്പെടാത്ത നിലക്ക് സൂക്ഷിക്കുക, മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പോലത്തെ സംഗതികളൊക്കെ ചെയ്യുക. അതാണ്. പിന്നെ സമസ്ത അത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഞങ്ങളും അതേമാതിരി മത്സരിക്കൂലേ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിക്കാൻ കാരണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരുപാട് പേര് CPM-നെതിരേക്ക് ഒരു മുസ്ലിം വിരുദ്ധ നിലപാടാണ് അവർ പല കാര്യങ്ങളിലും എടുക്കുന്നത് എന്ന് പറയുന്നു. CPM വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ നിലപാടാണ് അവർക്കുള്ളതെന്നുള്ള അഭിപ്രായം നമ്മൾക്കില്ല. വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ, ഒട്ടും മതേതര കാഴ്ചപ്പാടിന് ചേരാത്ത പ്രതികരണങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി അന്വേഷണമായി ഒരു കാറിൽ യാത്ര ചെയ്തു. അല്ല അത് എങ്കിലും അങ്ങനെയുള്ള പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം അനുഗമിക്കുമ്പോൾ അത് ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ ആശങ്ക ഉണ്ടാക്കില്ല. നമുക്ക് ആശങ്കയൊന്നും ഇല്ലായില്ലേ. ഇന്നിപ്പോൾ ആർക്കും ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാലോ. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന പിന്നെ ഗുണവും നഷ്ടവും ലാഭമൊക്കെ ഓരോരുത്തരും അനുഭവിക്കും, അത്രേ ഉള്ളൂ. അത് പൊതുജനം എങ്ങനെ ഇതിനെ വിലയിരുത്തലും അതുപോലെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റും നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ലാന്ന്? വെള്ളാപ്പള്ളി നടേശനോട് പറയാൻ പറ്റുമോ നിങ്ങൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ലാന്ന്? അത് ആർക്കും ആരൊപ്പം ഇഷ്ടമുള്ളവരൊപ്പം യാത്ര ചെയ്യാലോ. ഏത് പ്രസ്താവന? അതിപ്പോ കുറെ കാലം അയാൾ തുടങ്ങിയിട്ട് നമ്മളത് അറിയിക്കണ നിലക്ക് അതിന്റെ അവജ്ഞയോടുകൂടി തള്ളാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രസ്താവനകളെ വിലക്കുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്നല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അത് നിങ്ങൾ മുഖ്യമന്ത്രിനായിട്ട് എന്നും നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ, മൂപ്പരോടാണ് ചോദിക്കേണ്ടത്. എന്ന് മുഖ്യമന്ത്രിന്റെ ഒരു പ്രസ്താവന എന്നും ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്താണ് നിങ്ങളും മൂപ്പരൊക്കെ ഉള്ളത്. അത് എന്നോട് ചോദിച്ചു. എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. അത് മൂപ്പരാണ് ഇതിന് പ്രതികരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങള് ഒരു യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരത്തേക്കാണ് യാത്ര എന്താണ്? സമസ്തയുടെ 100-ാം വാർഷികം. ആ 100-ാം വാർഷികത്തിന്റെ വലിയ ഒരു വിളംബരം, സമസ്തയുടെ പ്രവർത്തനങ്ങള്, സമസ്തയുടെ ആശയങ്ങള്, സമസ്തയുടെ ഉദ്ദേശങ്ങള്, ഇതൊക്കെ പൊതുജനത്തിന് മുന്നിൽ ഒന്നുകൂടി അടിവര വെക്കാൻ വേണ്ടിയിട്ട്, അടിവരയിട്ട് അവരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയിട്ട്, അതിനപ്പുറം ഈ കേരളത്തിൽ നിലനിൽക്കുന്ന മതസമൂഹ സാമുദായിക സാഹോദര്യം അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജിഫ്രി തങ്ങള് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ കന്യാകുമാരിയിൽ നിന്ന് അതിന് ആരംഭം കുറിച്ചു. പലരും മാറി നിന്നു, പലരും അതിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. തങ്ങള് ഇറങ്ങിയിരിക്കുകയാണ്. വല്ലാത്തൊരു വൈകാരിക നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വല്ലാത്തൊരു വൈകാരിക നിമിഷം. ആ നിമിഷം എന്ന് പറയുന്നത്, തങ്ങള് ഇന്നലെ കന്യാകുമാരിയിലേക്ക് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുത്ത് പോയിരുന്നു.
കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയിരുന്നു, പാണക്കാട്ടെ മക്ബറയിൽ പോയിരുന്നു, ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് പോയിരുന്നു, കാളമ്പാടി ഉസ്താദിന്റെ അടുത്ത് പോയിരുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ് ഇവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന്. പക്ഷേ തങ്ങള്, പ്രിയപ്പെട്ട തങ്ങള്, ബഹുമാനപ്പെട്ട തങ്ങള് അവിടെയൊക്കെ പോയി അവരോടൊക്കെ പറയാനുള്ളതും തൻ്റെ ആകുലതകളും വ്യാകുലതകളും ഒക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് അതിനുശേഷമാണ് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചത്. നിങ്ങളൊന്ന് ആലോചിക്കണം. പലർക്കും ആ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ, ആ തുടക്കത്തിന്റെ ഭാഗമാകാൻ ക്ഷണിക്കുകയും പലർക്കും അതിനുള്ള ട്രെയിൻ ടിക്കറ്റും താമസിക്കാനുള്ള ഹോട്ടൽ മുറിയും എല്ലാവിധ സൗകര്യങ്ങളും ബുക്ക് ചെയ്തിട്ടും അവസാന നിമിഷം ക്യാൻസൽ ചെയ്ത ആളുകളുണ്ട്. അതിന് തങ്ങൾക്ക് യാതൊരുവിധ പരിഭവവുമില്ല. തങ്ങൾ ഒരു പരിഭവവും പറഞ്ഞിട്ടില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലർക്കും അവരുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വരാത്തത് എന്നാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടി വന്നതല്ല, അല്ലെങ്കിൽ ആരെയും തെറി വിളിക്കാൻ വേണ്ടി വന്നതല്ല, ആരെയും പരിഹസിക്കാൻ വേണ്ടി വന്നതല്ല. എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, ഇത് അള്ളാന്റെ ഒരു തൗഫീഖ, പടച്ച റബ്ബിന്റെ ഒരു തൗഫീഖാണിത്. ഈ തൗഫീഖ് എന്ന് പറയുന്നത്, ഇപ്പോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പല വിഷയങ്ങളുമായിട്ട് ഞാൻ വരാറുണ്ട്. ഇന്ന് ഈ വിഷയം സംസാരിക്കണമെന്ന് തോന്നിയത് പോലും ഒരു തൗഫീഖാണ്. കാരണം എൻ്റെ സമസ്തക്ക് വേണ്ടിയിട്ട് 2 വാക്ക് പറയണമെന്ന് തോന്നിയത് തന്നെ അതും ഒരു തൗഫീഖായിട്ടാണ് ഞാൻ കാണുന്നത്. പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് തങ്ങൾ ഉസ്താദ്, പ്രിയപ്പെട്ട ദിഫ്രി തങ്ങള്, സയ്യിദുൽ ഉലമ ഈ യാത്രക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പല പ്രതിസന്ധികളുണ്ട്, പല ഭാഗത്ത് നിന്ന് കഴുകക്കൂട്ടങ്ങൾ കൊത്തിക്കീറാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് തങ്ങള് ഇതിനിറങ്ങി പുറപ്പെടുന്നത്. എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് സമസ്ത, ആ സമസ്തയുടെ ആ പേര് സന്തോഷപൂർവം പറയാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ അതൊരു ഭാഗ്യമാണോ, അതൊരു തൗഫീഖാണ്. അതിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ ഒരു തൗഫീഖാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. തങ്ങള് പല മക്ബറകളും സിയാറത്ത് ചെയ്തിട്ടാണ് ഇന്നലെ ഈ കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പല മക്ബറകളിലും പോയപ്പോ പാണക്കാട്ട മക്ബറയിലും തങ്ങൾ പോയി. കാരണം ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രതിസന്ധികൾക്കും ആ പ്രതിസന്ധികൾ തന്നെ ഉണ്ടാകുമായിരുന്നില്ല ആ മക്ബറയിൽ കിടക്കുന്ന ആളുകൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് തങ്ങൾക്കറിയാമായിരുന്നു, സമസ്തക്കറിയാമായിരുന്നു. തങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ പാണക്കാട്ട മക്ബറയിൽ ചെന്ന് തൻ്റെ ആവലാതികള്, താൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധികള് ഒക്കെ വിവരിച്ചു കൊടുത്തത്. കാരണം ആ മക്ബറകളിൽ കിടക്കുന്നവരിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബുണ്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുണ്ട്, PMSA പൂക്കോയ തങ്ങളുണ്ട്, ഉമർ അലി തങ്ങളുണ്ട്. ഇവരൊക്കെ സമസ്തയെ നെഞ്ചിൽ കൊണ്ടു നടന്നവരാ. പലപ്പോഴും ഇന്നൊരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു 24 ന്യൂസിലെ, ഹൈദരലി തങ്ങൾ ഉണ്ടാകുമ്പോ ആ ഹൈദരലി തങ്ങൾക്ക് സമസ്തയുടെ പരിപാടിയും ലീഗിന്റെ പരിപാടിയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ സമസ്തയുടെ പരിപാടിക്ക് മുൻഗണന ഹൈദരലി തങ്ങൾ നൽകുമായിരുന്നു എന്ന്. ആ ആറ്റപ്പൂന്റെ മോന് ബഹുമാനപ്പെട്ട മൊയ്ൻ അലി തങ്ങൾ ഇന്നലെ കന്യാകുമാരിയിൽ വന്നിട്ടുണ്ട്. വരാതിരുന്നവർക്ക് നഷ്ടം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. വരാതിരുന്നവർക്ക് നഷ്ടം. പ്രിയപ്പെട്ട ജിഫ്രി തങ്ങള്, ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങള്, തങ്ങളുടെ കൂടെ നിൽക്കാൻ മനസ്സ് അള്ളാഹ് തന്നില്ലെങ്കിൽ അത് തൗഫീഖില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. സമസ്ത ദീന്, അത് സമസ്ത പറയും. ദീന്
അത് സമസ്ത പറയും. സമസ്ത മാത്രമേ പറയൂ. സമസ്ത പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് സമസ്ത പറയും. പക്ഷേ പാണക്കാട് തങ്ങന്മാര് പറഞ്ഞിരുന്നു, ഹൈദരലി തങ്ങൾ പറഞ്ഞിരുന്നു, ഉമർ അലി തങ്ങൾ പറഞ്ഞിരുന്നു, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നു, പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങൾ പറഞ്ഞിരുന്നു. ദീന് മാത്രമായിരുന്നു പറഞ്ഞത്. അതിന്റെ കൂടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പലരും പലതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ദീനിനെ ഞാൻ അതിന്റെ ബാക്കി പറയുന്നില്ല. കാരണം എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ വേദനിപ്പിച്ചത് തങ്ങളെയാണെങ്കിൽ, വേദനിപ്പിച്ചത് സമസ്തയെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല, പൂർത്തീകരിക്കുന്നില്ല. അതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുരുത്തക്കേടാകുമോ പൊരുത്തക്കേടാകുമോ എന്നുള്ള ഒരു സംശയം കൊണ്ട് മാത്രമാണ് പറഞ്ഞ് പൂർത്തീകരിക്കാത്തത്. സമസ്തയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അനിൽ മുഹമ്മദ്മാരല്ല തീരുമാനിക്കുന്നത്. ഏതെങ്കിലും മുറിയിൽ ഇരുന്നിട്ട് അനിൽ മുഹമ്മദ് പറയുന്നതല്ല ദീനിന്റെ വാക്ക്, അനിൽ മുഹമ്മദ് പറയുന്നതല്ല സമസ്തയുടെ അഭിപ്രായം. ആർക്ക് വേണ്ടിയും തുള്ളാനുള്ള അവകാശം മതേതര രാജ്യത്ത് ഉണ്ട് എന്നത് സമ്മതിച്ചു തരുന്നു. പക്ഷേ സമസ്തയുടെ നെഞ്ചത്തോട്ട് വരണ്ട ഒരാളും. ആ ഫ്യൂവൽ പമ്പ് പൂട്ടാൻ നിങ്ങളെ കൊണ്ട് ആകൂല മക്കളെ. ഇത് ഒരു ഉമ്മത്ത് ദീനിന് വേണ്ടി ഏറ്റെടുത്ത പ്രസ്ഥാനമാണ്. അധികാരത്തിന് വേണ്ടിയല്ല, രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, ദീനിന് വേണ്ടി ഏറ്റെടുത്ത പ്രസ്ഥാനമാണ്. അതാണ് ഇന്നലെ ആറ്റപ്പൂന്റെ മക്ബറയിൽ തങ്ങൾ ഉസ്താദ് പോയി തന്റെ ദുഃഖങ്ങൾ പറഞ്ഞിട്ട് കന്യാകുമാരിയിലേക്ക് എത്തുമ്പോ അവിടെ ആറ്റപ്പൂന്റെ മകൻ മൊയ്ൻ അലി തങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദീന് പറഞ്ഞതുകൊണ്ടാണ്. ആ ദീന് പറഞ്ഞതുകൊണ്ടാണ്. ആ ദീനിനെ ഏറ്റെടുത്ത ഒരു ഉമ്മത്ത് ഈ സമസ്തക്കൊപ്പമുണ്ട്. പലപ്പോഴും പലതും ആഗ്രഹിക്കാറുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ പലപ്പോഴും പലതും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഏറ്റവും വലുത് എന്റെ സമസ്ത എന്നുള്ളതാണ്. തങ്ങള് ഇന്നലെ ഈ യാത്രക്ക് കന്യാകുമാരിയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് പാണക്കാട്ടെ മക്കാമിൽ പോയിട്ടൊരു നിന്നിട്ടുണ്ട്. വരക്കൽ മക്കാമിൽ പോയിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും അതുപോലെ ശംസുൽ ഉലമയുടെയും ചാരത്ത് ഒരു നിപ്പന്റെ തങ്ങൾ നിന്നിട്ടുണ്ട്. ചങ്ക് പൊട്ടിയതാണ് അത് കണ്ടപ്പോ തകർന്നതാണ് മനസ്സ്. ശംസുൽ ഉലമയുടെ ചാരത്ത് നിന്ന് തങ്ങള് പലതും പറയുകയും പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. കൊത്തി വലിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരും കീറി മുറിക്കാൻ ശ്രമിക്കുന്നവരും മനസ്സിലാക്കിക്കോ, തങ്ങള് വല്ലാത്തൊരു നിപ്പായിരുന്നു അത്. ആ നിപ്പ് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് വാഴക്കാട് വന്നിട്ട് അവിടെയും നിന്നു. പരാതിയും പരിഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഹിമ്മത്ത് നൽകിയിട്ടുണ്ട് ശൈഖുന. ആ ശൈഖുന നിങ്ങൾ കരുതും പോലെയല്ല മക്കളെ, നിങ്ങൾ കരുതും പോലെയല്ല. അവിടെ ചെന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ങാവാൻ തണലാവാൻ ശംസുൽ ഉലമയുണ്ട്, വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ട്, കണ്ണിയത്ത് ഉസ്താദുണ്ട്, പാണക്കാട് ഹൈദരലി തങ്ങളുണ്ട്, ഉമർ അലി തങ്ങളുണ്ട്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്, PMSA പൂക്കോയ തങ്ങളുണ്ട്. ആരും മറക്കണ്ട ഒന്നും. അത്രമാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അത്രമാത്രമേ ഇത് പറയാനുള്ളൂ. ഇതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഉമ്മത്തിനെ നയിക്കേണ്ടവരെ നിന്ദിക്കലാകുമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പലതും വിളിച്ചു പറയാൻ തയ്യാറാവാത്തത്. അതല്ലാതെ പലതും പറയാൻ അറിയാത്തത് കൊണ്ടോ അതിന് വാക്കുകളില്ലാത്തത് കൊണ്ടോ എന്നാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പോഴും കാണുന്നതും അംഗീകരിക്കുന്നതും ഈ ഉമ്മത്തിന്റെ നായകരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ,
ഇതിൽ പങ്കാളികളാവാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലാഹ് തൗഫീഖ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എത്രയൊക്കെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചാലും ഈ ദീനിന് വേണ്ടി പതിനായിരങ്ങളല്ല ലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയ പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളത് ആരും മറക്കണ്ട. അതാരും മറക്കണ്ട. ആരാണെങ്കിലും അത് മറക്കണ്ട എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ്, ഭീഷണിയായിട്ട് കാണണ്ട. അങ്ങനെ ആരും കാണണ്ട. ഇപ്പൊ പലരും ചോദിക്കും, സമസ്ത ഒന്നും എന്നും ഇന്നും ഇന്നും അന്നും ഇന്നും എന്നും ലീഗിന്റെ കൂടെയാ അങ്ങനെ നിന്നിട്ടുള്ളൂ. പക്ഷേ അവിടെയും ചില ആളുകൾ കയറി വന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പലതിനെയും മാറ്റിമറിച്ചു എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സമസ്ത പറയുന്നതാണ് ദീന്, അത് മാത്രമാണ് ദീന്. അതല്ലാതെ ജനറൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും MP-യും MLA-യും പറയുന്നതല്ല ദീന് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. അത്ര മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തുണ്ട്, നാളെ കൊല്ലത്തുണ്ട്. അങ്ങനെ ആ യാത്ര വൻ വിജയമാകും. ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട അതില്.